കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ? ഒട്ടും പച്ചപ്പില്ലാത്ത മരുഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന ഈ ഗ്രാമം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മഹത് വ്യക്തിയുടെ ജന്മദേശം കൂടിയാണിത്. അവർ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ആ വ്യക്തി ആരാണെന്നും നമ്മൾ ലക്ഷ്യമിടുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ സാധാരണ കാണുന്ന കേരളത്തിന്റെ പച്ചപ്പിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ് ഈ പ്രദേശം. ഈ തീരദേശ പാതയിലൂടെയുള്ള യാത്ര ഒരു അനുഭവമാണ്. ഒരു വശത്ത് നീണ്ടുകിടക്കുന്ന കടൽ, മറുവശത്ത് മരങ്ങളോ പച്ചപ്പുകളോ ഇല്ലാത്ത തരിശു ഭൂമി. ഒരു വീഡിയോഗ്രാഫറുടെ കണ്ണിലൂടെ ഈ ദൃശ്യങ്ങളെ നോക്കുമ്പോൾ ഇവിടെയുള്ള ഈ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഗൗരവമുണ്ട്. ഈ മണ്ണ് ചരിത്രം ഉറങ്ങുന്ന ഒരിടമാണ്. ലോകപ്രശസ്തയായ ഒരു വ്യക്തിയുടെ ജന്മഗൃഹവും ബാല്യകാല ഓർമ്മകളും ഈ മണ്ണിലുണ്ട്. ആ അദൃശ്യമായ സാന്നിധ്യം ഇന്നും ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഈ യാത്ര അവസാനിക്കുന്നത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യങ്ങൾ പലർക്കും അജ്ഞാതമാണ്. ക്ഷേത്ര പരിസരത്ത് എത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീയമായ ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ മഹത് വ്യക്തിയുടെ ആദ്യ ചുവടുകൾ വീണ ഈ മണ്ണും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം ആഴമേറിയതാണ്. എന്താണ് ഐതിഹ്യം? എന്തുകൊണ്ട് ഈ സ്ഥലം ഇത്ര സവിശേഷമാകുന്നു? ഈ ചരിത്ര വഴികളിലൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ. അമൃതാനന്ദമയി മഠത്തിൽ നിന്നും യാത്ര തുടങ്ങിയ ഞങ്ങൾ കേരളത്തിന്റെ മറ്റൊരു മുഖത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ നീളുന്ന ഈ യാത്ര മനോഹരമായ കടൽ തീരത്തു കൂടിയാണ്. ഒരു വശത്ത് നീണ്ടുകിടക്കുന്ന കടൽ, തിരമാലകൾ കരിങ്കൽ ഭിത്തിയിൽ വന്ന് ആഞ്ഞടിക്കുന്ന ദൃശ്യം നമുക്കിവിടെ കാണാവുന്നതാണ്. എന്നാൽ കുറച്ചു ദൂരം പിന്നിടുമ്പോൾ കാഴ്ചകൾ മാറി മറിയുന്നു. പച്ചപ്പുകളോ ജനവാസമോ ഇല്ലാത്ത അറേബ്യൻ നാടിനെയോ രാജസ്ഥാൻ മരുഭൂമിയെയോ ഓർമ്മിപ്പിക്കുന്ന വിജനമായ ഈ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെയോ എന്ന് പോലും സംശയിച്ചു പോകും. ഈ മണ്ണിന് വലിയ ഒരു ചരിത്രമുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ വണങ്ങുന്ന അമൃതാനന്ദമയി ദേവിയുടെ ജന്മഗൃഹവും ബാല്യകാല ഓർമ്മകളും ഈ തീരത്താണ്. ആ മഹത് വ്യക്തിയുടെ ആദ്യ ചുവടുകൾ വീണ ഈ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാലം മാറിയിട്ടും ആ പഴയ നിഷ്കളങ്കതയുടെ അംശങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതായി അനുഭവപ്പെടും. ഒരു വീഡിയോഗ്രാഫറുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ ശൂന്യതയ്ക്ക് പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ വരണ്ട പാതയുടെ അവസാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് കാട്ടിൽ മേക്കതിൽ എന്ന പുണ്യക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ ഐതിഹ്യങ്ങളും ആത്മീയതയും ഈ യാത്രയെ പൂർണ്ണമാക്കുന്നു. എന്റെ ഹൃദയം നിനക്കായി തുറന്നു, കണ്ണീർ തുള്ളികൾ തുളുമ്പുമ്പോഴും കൈതാങ്ങായി നീ കൂടെയുണ്ട്. ജീവിതമെന്ന ഈ മായാവനത്തിൽ നിന്റെ നിഴലിൽ ഞാൻ ആശ്രയം തേടി. നീലമേഘശ്യാമള മാധവ, നിന്നെ വിളിക്കുന്നു എൻ്റെ ആത്മാവ്. വേണുവിൻ്റെ നാദത്തിൽ ലയിച്ചു ഞാൻ നിന്റെ പാദങ്ങളിൽ ചാരുന്നു ഞാൻ. വെണ്ണകുടം പൊട്ടിച്ച ബാലചിരിയിൽ ലോകം മുഴുവൻ മധുരം നിറഞ്ഞു. ഗോപികളുടെ കണ്ണിൽ തെളിഞ്ഞ പ്രകാശം എൻ്റെ ആത്മാവിൽ തെളിഞ്ഞു. ഇന്ന് പാപ
അരമണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രനടയിൽ എത്തി. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി അതീവ ശാന്തമായ ഒരു വൈബാണ് ഈ ക്ഷേത്ര പരിസരം നമുക്ക് സമ്മാനിക്കുന്നത്. ക്ഷേത്രത്തിന് തൊട്ടുപിന്നിലായി അലയടിക്കുന്ന കടലും അതിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പുണ്യഭൂമിയും ഭക്തി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകളിലൊന്നാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മണികൾ. ഭക്തർ തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കുന്നതാണ് ഇത്. മൗനപ്രാർത്ഥനയോടെ ഇതിനു ചുറ്റും 7 വലം വെച്ചതിന് ശേഷമാണ് വിശ്വാസികൾ ഈ മണികൾ ഇവിടെ കെട്ടിത്തൂക്കുന്നത്. വിശ്വാസവും ആചാരവും ഇത്രമേൽ ദൃശ്യപരമായി കാണാൻ കഴിയുന്ന മറ്റൊരു ഇടം വിരളമായിരിക്കും. ഈ ക്ഷേത്രത്തിന്റെ ഓരോ കോണിലും കാലം കാത്തുവെച്ച എന്തൊക്കെയോ രഹസ്യങ്ങളും ഭക്തി നിർഭരമായ അനുഭവങ്ങളും ഉണ്ട്. ഈ വഴിപാടുകൾ സമർപ്പിച്ച് വലിയൊരു മനസ്സമാധാനത്തോടെയാണ് ഭക്തർ ഇവിടെ നിന്നും പടിയിറങ്ങുന്നത്. ക്ഷേത്രത്തിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി അറിയാനായി നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കറങ്ങിയടിച്ചു വരാം.
ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ക്ഷേത്രത്തിൽ നിന്നും അല്പം ദൂരേക്ക് മാറി നമ്മൾ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു അത്ഭുതം കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പച്ചപ്പില്ലാത്ത ആ വിജനമായ പാതകൾക്കപ്പുറം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മനോഹരമായ ഒരു ജലാശയം. അത് കായലാണോ അതോ പുഴയാണോ എന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങൾ ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. പ്രകൃതിയുടെ ഈ വൈരുദ്ധ്യങ്ങൾ ഒരു വീഡിയോഗ്രാഫർക്ക് എന്നും ഒരു വിസ്മയം തന്നെയാണ്. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ ഈ അന്തരീക്ഷത്തിൽ നിന്നും മനസ്സു നിറയെ ഓർമ്മകളുമായി ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ഈ യാത്ര നമ്മെ പഠിപ്പിച്ചത് ഒന്ന് മാത്രം: നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാത്ത, അറിയപ്പെടാത്ത എത്രയോ അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ മഹത് വ്യക്തിയുടെ ബാല്യകാല സ്മരണകളിലൂടെയും ഈ പുണ്യഭൂമിയിലൂടെയും നടത്തിയ ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചോ ഈ വഴികളെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു മനോഹരമായ യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.